ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡിൽ നിന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗും അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ്. അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ റെഡി ടു ഫൈറ്റ് ആ ഒരു എനർജിയിലാണ് ഉള്ളത്. ഫിയർലെസ് ആയിട്ടുള്ള എനർജിയിലാണ് ഉള്ളത്. വളരെയധികം ആലോചിച്ച് ചിന്തിച്ച് ഇവർ ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യാണ്, എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കണം, ഈ ഒരു ട്രാപ്ഡ് സിറ്റുവേഷന് പുറത്ത് വരണമെന്ന്. അപ്പോൾ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്നതാണ് ഇവർ. ഇവിടെ നിങ്ങളുടെ പേഴ്സണ് റിയലൈസേഷൻ ഉണ്ട്, അതായത് നിങ്ങളുടെ കൂടെ ഇവർ വളരെ വലിയ തെറ്റാണ് ചെയ്തത് എന്ന്. ഇവിടെ നിങ്ങൾ എപ്പോഴും ഇവരുടെ എല്ലാ തെറ്റുകളും ക്ഷമിച്ചു. എത്ര വലിയ തെറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നാലും നിങ്ങളെല്ലാം ക്ഷമിച്ച് മാപ്പ് കൊടുക്കും ഇവർക്ക്. അപ്പോൾ ഇവർ ചെയ്ത തെറ്റിൽ ഇവർക്ക് പശ്ചാത്താപമുണ്ട്. എത്ര പ്രാവശ്യം ഇവർ നിങ്ങളുടെ ഹൃദയം വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് ഇവർക്ക് മനസ്സിലാവുകയാണ്. ഇവർ എത്ര തന്നെ നിങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിച്ചാലും നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾ തയ്യാറായിട്ടിരിക്കും, മാപ്പ് കൊടുക്കുവാൻ തയ്യാറായിട്ടിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു സ്വഭാവം ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ എത്ര തന്നെ വേദനിപ്പിച്ചാലും, എത്ര തന്നെ വഴക്ക് പറഞ്ഞാലും, എത്ര തന്നെ നിങ്ങളെ വിട്ടിട്ട് പോയാലും നിങ്ങൾ ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. അപ്പോൾ വന്നാലുടനെ നിങ്ങൾ ഇവർക്ക് മാപ്പും കൊടുക്കും. ആ ഒരു സ്വഭാവം ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവർക്കറിയാം, ഇവർ മനസ്സ് വേദനിപ്പിച്ച ആ ഒരു വ്യക്തി ഇവരെ അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്നിവർക്കറിയാം. ഇവിടെ ഈ ലോകത്തിലുള്ള എല്ലാവരുടെയും യഥാർത്ഥ സ്വഭാവവും യഥാർത്ഥ മുഖവും ഇവർ കണ്ടു. ഇപ്പോൾ ഇവർക്ക് തന്നെ ഇവരോട് ദേഷ്യം തോന്നുകയാണ്. നിങ്ങൾക്ക് വേണ്ടി അവരെല്ലാം വിശ്വസിച്ചല്ലോ എന്ന്. ഇപ്പോൾ അവർ പോലും ഇവരെ ചതിച്ചു. അപ്പോൾ ഇവർക്ക് നിങ്ങളുടെ ആ ഒരു വാല്യൂ മനസ്സിലാവുകയാണ്. ഇവിടെ ഇവർ വിചാരിക്കുന്നത്, ഞാൻ എന്തിനാണ് ആ പാവപ്പെട്ട ആ ഒരു വ്യക്തിക്ക് ഇത്രമാത്രം ദുഃഖങ്ങൾ നൽകിയത് മറ്റുള്ളവർക്ക് വേണ്ടി. ആ വ്യക്തി ഈ ഒരു ദുഃഖങ്ങൾ സഹിക്കുവാൻ ഉള്ള ആളാണോ? ഞാൻ കാരണമല്ലേ അവർക്ക് ഇത്രയും മാത്രം ദുഃഖം കിട്ടിയത് എന്ന് ആലോചിച്ച് പശ്ചാത്തപിക്കുകയാണ്. ഇപ്പോൾ ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ഇവർ പൂർത്തിയാക്കണമെന്നാണ്. കുറേ ആൾക്കാർക്ക് അവരുടെ പേഴ്സൻ്റെ കോളോ മെസ്സേജോ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പോസിറ്റീവ് വൈബാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ വളരെ പോസിറ്റീവായിട്ടുള്ള വൈബ്സാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു എനർജിയെ ക്ലെയിം ചെയ്യുക. ഉറപ്പായിട്ടും യൂണിയൻ്റെ ആ ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കുറേ ആൾക്കാർക്ക് അവരുടെ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് കോൾസോ മെസ്സേജോ റിസീവ് ആകുന്നതാണ്. നിങ്ങൾ നോക്കേണ്ട സിറ്റുവേഷനിലാണ് എങ്കിൽ നിങ്ങൾ സന്തോഷമാവാൻ പോവുകയാണ്. കാരണം അവരുടെ കോളോ മെസ്സേജോ നിങ്ങൾക്ക് വരുവാൻ പോവുകയാണ്. ഇവിടെ ചില കാര്യങ്ങൾ കട്ട് ഓഫ് ആവാൻ പോവുകയാണ്. അതായത് ഒരു പുതിയ തുടക്കം കുറിക്കുവാൻ വേണ്ടി ചില കാര്യങ്ങൾ കട്ട് ഓഫ് ആകാൻ പോവുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു പുതിയ തുടക്കം നിങ്ങളും ഇവരും തമ്മിൽ ഉണ്ടാവാൻ പോവുകയാണ്. അതായത് ആരാണോ നിങ്ങളെ ഇവരെയും തമ്മിൽ വേർപിരിപ്പിക്കുവാൻ നോക്കുന്നത്, അവിടെ ഒരു പുതിയ തുടക്കം ഇവർ ക്രിയേറ്റ് ചെയ്യുവാൻ പോവുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എന്നിട്ട് ആ ഒരു തുടക്കം കുറിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന ആൾക്കാരിൽ നിന്ന് ഇവർ അകൽച്ച പാലിക്കുന്നതാണ്. ഇവിടെ കാർമിക് റിലീസിൻ്റെ ആ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. കുറേ ആൾക്കാരുടെ പേഴ്സൺ ഇപ്പോഴും കാർമിക്കായിട്ടുള്ള സിറ്റുവേഷനിൽ ട്രാപ്ഡായിട്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ എല്ലാം കാർമിക് റിലീസാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കുറേ ആൾക്കാരുടെ പേഴ്സൺ സ്റ്റക്ക് സിറ്റുവേഷനിലായിരുന്നു. അതായത് അവർ എങ്ങനെയെങ്കിലും ഈ ഒരു സിറ്റുവേഷൻ എൻഡാക്കിയിട്ട് പുറത്ത് വരണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. അവർ ഈ ഒരു സിറ്റുവേഷൻ എൻഡാക്കി പുറത്ത് വരുവാൻ പോകുകയാണ് നിങ്ങളുമായിട്ടുള്ള ഒരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടി. ഇവിടെ എന്തായാലും ന്യൂ ബിഗിനിങ്ങിൻ്റെ ആ ഒരു വൈബ്സാണ് കാണാൻ സാധിക്കുന്നത്. നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അവസാനിക്കുന്നതാണ്. നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറി കോണ്ടാക്ട് സിറ്റുവേഷനിലാകുന്നതാണ്. ഇവരുടെ ലൈഫിൽ എന്തോ കാര്യം എൻഡാവാൻ പോവുകയാണ് ഒരു ബെറ്റർമെൻറ്റിന് വേണ്ടി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ കാർമിക് സൈക്കിൾ റിലീസാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുവാനുള്ള എനർജിയിലാണ്. അതായത് തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുവാനുള്ള എനർജിയിലുമാണ്. എനർജി വളരെ പോസിറ്റീവായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി. ഇനി നമുക്ക് ഇവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം. 4 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജോ കോൾസോ നിങ്ങൾക്ക് റിസീവ് ആകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം 4 നമ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു ഫുൾ മൂണിൽ ഇവർക്ക് പല കാര്യങ്ങളുടെയും റിയലൈസേഷൻ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഉറപ്പായിട്ടും മെസ്സേജ് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്.
നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്നതുമാണ്. അതായത് ഇനി നമ്മളെ അകറ്റുവാൻ ആർക്കും സാധിക്കുകയില്ല, നമ്മൾ ഒരിക്കലും ഇനി വിട്ടു പോകത്തില്ല, ഒരുമിച്ചായിരിക്കും ജീവിക്കുക എന്നും നിങ്ങളോട് നിങ്ങളുടെ പേഴ്സൺ പറയുന്നതാണ്. കാരണം നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ ഇവർ വളരെയധികം നല്ലൊരു എനർജിയിലാണ് ഉള്ളത്. കാരണം നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുക, നിങ്ങൾക്ക് വേണ്ടി ഒരു തീരുമാനം എടുക്കുക, നിങ്ങളെ കോൾ ചെയ്യുക, മെസ്സേജ് ചെയ്യുക, അങ്ങനെയൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. ഇനി ഇവർ നിങ്ങൾക്ക് ഒത്തിരി ദുഃഖങ്ങൾ തരുവാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുമായിട്ടൊരു സ്ട്രോങ് റിലേഷൻഷിപ്പാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞ ആ ഒരു ടൈം ഡ്യൂറേഷനിൽ ഇവർ നിങ്ങളെ ഒത്തിരി മിസ് ചെയ്യുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവർ നിങ്ങളോട് കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിലോ എന്തെങ്കിലും കാര്യം മറച്ചു വച്ചിട്ടുണ്ടെങ്കിലോ നിങ്ങളെ ചതിച്ചിട്ടുണ്ടെങ്കിലോ അതിൻ്റെ എല്ലാം പശ്ചാത്താപമുണ്ട്. അപ്പോൾ 14 മണിക്കൂർ അല്ലെങ്കിൽ 24 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ ഇവർ നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കൂടുതലായിട്ടും ഫിസിക്കൽ അട്രാക്ഷൻ നിങ്ങളോട് കൂടുതലായിട്ട് തോന്നായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളെ കാണണം, നിങ്ങളോട് സംസാരിക്കണം, അങ്ങനെയൊക്കെ ഉള്ള ആ ഒരു ആഗ്രഹം ഇവർക്ക് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ കംപ്ലീഷൻ ഓഫ് ദ സൈക്കിളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കുറേ ആൾക്കാർക്ക് യൂണിയൻ ഉണ്ടാവുന്നതായിട്ടും കുറേ ആൾക്കാർക്ക് മെസ്സേജും കോളും വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അവരുടെ പേഴ്സൻ്റെ ഓൾറെഡി കോണ്ടാക്റ്റിലുള്ളവരാണ് നിങ്ങൾ എങ്കിൽ നിങ്ങളുടെ ആ ഒരു ബോണ്ട് കുറച്ചും കൂടെ സ്ട്രോങ് ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു വാർണിംഗ് എനർജിയും വന്നിട്ടില്ല. അപ്പോൾ എല്ലാം നല്ല പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുക. ഇനി നമുക്ക് ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് മെസ്സേജ്, ഒരു ആക്ഷൻ ഉണ്ടാവാൻ പോകുകയാണ് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾക്ക് നേരെ. അപ്പോൾ എന്ത് ആക്ഷൻ ആയാലും നിങ്ങളുടെ പേഴ്സണെ ഒരു പുഷ് ഉണ്ടാവുകയാണ്. അതായത് അവരുടെ എൻസിസ്റ്റേഴ്സ്, യൂണിവേഴ്സ്, ഏഞ്ചൽസ്, സ്പിരിറ്റ് അനിമൽ, സ്പിരിറ്റ് ഗൈഡ്, അത് അവരുടെ എല്ലാം ഭാഗത്തുനിന്ന് ഒരു പുഷ് ഉണ്ടാവുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുവാൻ വേണ്ടിയുള്ളൊരു പുഷ് അവർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു പുഷ് കൊടുക്കുന്നതിലൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കാൻ പോകുന്നത്. കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുവാൻ പോകുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എന്ത് കാരണം കൊണ്ടാണോ അവർ നിങ്ങളെ ഹേർട്ട് ചെയ്തുകൊണ്ടിരുന്ന ആ ഹേർട്ട് ഇനി അവസാനിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് അവരുടെ ഈഗോ അവസാനിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ കുറേ ആൾക്കാരുടെ പേഴ്സൺ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അതായത് ഞാൻ എന്തിനു വിളിക്കണം, ഞാൻ എന്തിനു കോൾ ചെയ്യണം, ഞാൻ എന്തിനു മെസ്സേജ് ചെയ്യണം, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന അവരാണ് എങ്കിൽ അതെല്ലാം മറന്ന് നിങ്ങളെ കോളോ മെസ്സേജോ ചെയ്യും, നിങ്ങളടുത്ത് മിണ്ടാൻ വരും എന്നൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കുറേ ആൾക്കാർ അവരുടെ റിലേഷൻഷിപ്പിൽ ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതേപോലൊരു ചേഞ്ച് അവർക്ക് റിസീവ് ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ട്രൂ ലവിൻ്റെ ആ ഒരു വൈബ്രേഷനാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുവാൻ വേണ്ടി ആരോ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരുവാൻ വേണ്ടി നിങ്ങളുടെ ഇഷ്ടദൈവം ആരാണോ അവരെ ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുക. എന്നിട്ട് ഈ ഒരു റീഡിങ് നിങ്ങളുടെ ജീവിതത്തിൽ വലിക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.